എല്ലാ മനുഷ്യരും കൊതിക്കുന്ന ഒരു കാര്യമാണ് ആർക്കു വേണ്ടിയും ചെയ്യാത്ത ചില കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹവും കൊതിയും വരുന്നുണ്ടോ? ആർക്കു വേണ്ടിയും ചെയ്യാത്ത ചില കാര്യം നിനക്ക് വേണ്ടി യേശു ചെയ്യും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ ദാസനായ മോശ 30 ലക്ഷത്തോളം വരുന്ന ജനസമൂഹത്തോട് അവർ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയപ്പോൾ മോശ പറഞ്ഞൊരു വാക്കാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. മോശ വിശ്വാസം പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാനിരിക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കാം, മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധി, ഇനിയും നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നിന്റെ മനസ്സിൽ മന്ത്രിക്കുന്ന ശബ്ദത്തോട് ഇന്ന് ദൈവം സംസാരിക്കുകയാണ്. യഹോവ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്നും പുറകോട്ട് പോകാൻ കഴിയാതെ ഫറവോന്യ ശക്തികൾ പുറകിൽ നിൽക്കുമ്പോൾ, രണ്ടു പുറത്തും പർവ്വതങ്ങൾ തലപൊക്കി നിൽക്കുമ്പോൾ മോശ ദൈവമക്കളോട് വിളിച്ചു പറയുകയാണ്, ലെവലേഷൻ കുലുങ്ങണ്ട, നിനക്ക് വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്യാൻ പോവുക, അത് നിന്റെ കണ്ണ് ഇന്ന് കാണാൻ പോവുകയാണ്. ജീവിതത്തിന്റെ മുമ്പിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ട് മുമ്പും പുറകും അടഞ്ഞ് ഇനിയും ഒരു മുന്നേറ്റം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി പറയുകയാണ്, ലെവലേശം കുലുങ്ങണ്ട, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ ദൈവം നിന്റെ കുടുംബത്തിൽ ആ വലിയ കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് കൈമാറാനുള്ളത്. അവിടെ എന്താണ് സംഭവിച്ചത്? വർഷങ്ങളായി അവരുടെ നന്മയെ ഊട്ടിക്കുടിച്ച ഫറവോന്യ ശക്തികൾ പുറകിൽ വരുമ്പോൾ മോശ കൈനീട്ടി ചെങ്കടൽ രണ്ടായി പിളർത്തി വിശ്വസിച്ച ജനം ചെങ്കലിന്റെ നടുവിലൂടെ മറുകര കയറിയപ്പോൾ ആമി തന്നെ ഒതുക്കുവാൻ ശ്രമിച്ച ശക്തി ഏതോ അതിനെ അതേ കടലിനകത്ത് മുക്കിക്കൊന്നിട്ട് അക്കരെ കയറിയ ഇസ്രായേൽ മക്കൾ തപ്പെടുത്ത് നൃത്തം ചെയ്തതുപോലെ യഹോവ നിനക്ക് ചെയ്യാനിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവുക. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോകുന്നുവെന്ന് കർത്താവിന് സ്തോത്രം. ഞങ്ങൾക്ക് തിരിച്ചറിയാൻ തന്ന കൃപയ്ക്ക് നന്ദി കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യഹോവ നിനക്ക് ചെയ്യാനിരിക്കുന്നത് നീ കണ്ണുകൊണ്ട് കാണാൻ പോവാ. ഗോഡ് ബ്ലെസ് യു.